2026 തുടങ്ങിയപ്പോൾ തന്നെ ലോകം മുഴുവനും അമേരിക്കയിലേക്കും ട്രംപിലേക്കും അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളിലേക്കും ലോകരാജ്യങ്ങളുടെ പ്രതികരണങ്ങളിലേക്കുമൊക്കെ കണ്ണു നട്ടിരിക്കുന്ന ദിവസങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നമുക്ക് പല വാർത്തകളും ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇമിഗ്രേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, അങ്ങനെ പലതും. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. കഴിഞ്ഞ ആഴ്ച ഹാപ്പി ന്യൂ ഇയർ ആയിരുന്നു, നമുക്ക് വിഷ് ചെയ്യാൻ സാധിച്ചില്ല, കാരണം കഴിഞ്ഞ ആഴ്ച നമുക്ക് വാർത്തയില്ലായിരുന്നു. ആദ്യമായിട്ട് തന്നെ നമുക്ക് കാനഡയിലെ വിശേഷങ്ങൾ തന്നെ നോക്കാം. കാനഡയിലെ ഏറ്റവും പുതിയ ഇമിഗ്രേഷൻ നമ്പേഴ്സൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അത് നമ്പേഴ്സൊക്കെ ഒന്ന് നോക്കാം നമുക്കിപ്പോൾ. ഇനി 2026 3,80,000 പേർക്കാണ് ഇവിടെ PR കൊടുക്കാൻ വേണ്ടി കാനഡ ഒരുങ്ങുന്നത്. 2027 3,65,000 പേർക്ക്. നിരവധി ആളുകൾ PR ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുഖ്യധാരാ മാധ്യമങ്ങൾ നോക്കിക്കഴിയുമ്പോഴേക്കും അവയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു നിരവധി ആളുകൾ നാട്ടിലേക്ക് മടങ്ങുന്നു. പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്നും എത്തിയിട്ടുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് 10 ലക്ഷത്തിലധികം ആളുകൾ നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നു എന്ന് പറയുകയുണ്ടായി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ വാർത്തകളിലൂടെയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആ നമ്പർ ശരിയല്ല എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ആർക്ക് വേണമെങ്കിൽ നമുക്ക് ChatGPT-യിലോ ജെമിനയിലോ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏകദേശം ഒരു നമ്പേഴ്സ് നമുക്ക് അവിടെ കിട്ടും. എനിക്ക് കാണാൻ സാധിച്ചത് 2021 മുതൽ 2025 വരെ സ്റ്റഡി പെർമിറ്റുകൾ മൊത്തമായിട്ട് ഇഷ്യൂ ചെയ്തേക്കുന്ന ഏകദേശം 9 ലക്ഷത്തിലധികമാണ് വന്നിരിക്കുന്നത്. 10 ലക്ഷം തികച്ചില്ലത്. അതിൽ എത്രമാത്രം ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിലൊരു 70% ഇന്ത്യൻ സ്റ്റുഡൻസ് ഉള്ളത്. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കണക്ക് നോക്കിക്കഴിയുമ്പോഴേക്കും 100-ൽ 30 പേർക്ക് PR കൃത്യമായിട്ട് ലഭിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവന്നിരുന്നത്. എന്നാൽ ഇനി അത് കുറയാനുള്ള സാധ്യതയുണ്ട്. നിരവധി പ്രോഗ്രാംസുകളൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടല്ലോ, അത് കാരണം അത് കുറയാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും 10 ലക്ഷം പേർ നാട്ടിലേക്ക് മടങ്ങും എന്നുള്ള ഒരു കണക്ക് എനിക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷനോ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കണക്കുകളൊക്കെ നോക്കിയ ശേഷം താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി മുന്നോട്ട് പഠനം നോക്കിക്കഴിയുമ്പോഴേക്കും കാനഡയിലേക്ക് വരിക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇപ്പോൾ. കാരണം ഇപ്പോൾ സ്റ്റഡി പെർമിറ്റ്സിൻ്റെയൊക്കെ നമ്പറൊക്കെ ഒത്തിരി കുറച്ചിട്ടുണ്ട്. റിജക്ഷൻ റേഷ്യോയും ഇപ്പോൾ കൂടി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോഴേക്കും 70% വരെ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ വിസ റിജക്ഷനാണ് വന്നുകൊണ്ടിട്ടുണ്ടായിട്ടുള്ളത്. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നമുക്ക് അടുത്ത ആഴ്ച നടത്താം. അടുത്ത ആഴ്ച നമ്മുടെ കൺസൾട്ടൻറ്റ് ജേഷേക്കബ് RCSC അവൈലബിൾ ആണെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ച ഒരുമിച്ചിരുന്ന് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. എല്ലാവരെയും ലൈവിലേക്ക് ക്ഷണിക്കുന്നു. ഇനി അടുത്തത് നോക്കേണ്ടത് ഒണ്ടേരിയോയിലെ, അതായത് ഞാനിപ്പോൾ താമസിക്കുന്ന ടൊറൻറ്റോയിലാണ് താമസിക്കുന്നത്. ഇവിടുത്തെ അൺഎംപ്ലോയ്മെൻറ്റ് റേഷ്യോയും അതോടൊപ്പം തന്നെ വർക്ക് ഫ്രം ഹോം നിർത്തലാക്കിയതിനെ പറ്റിയുള്ള വാർത്തകളുമാണ്. അൺഎംപ്ലോയ്മെൻറ്റ് കഴിഞ്ഞ മാസത്തേലും ഉയർന്ന് ഇപ്പോൾ 6.8 6.5 ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന അൺഎംപ്ലോയ്മെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് കൂടിയിരിക്കുകയാണ്. 8,000 ജോബുകളും കൂടെ ഇപ്പോൾ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു കുറവാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പിന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ലേ ഓഫ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നായിരുന്നു ഓഷവയിലെ ഒരു ഓട്ടോ പ്ലാന്റിലെ ലേ ഓഫിനെ പറ്റി. ജനുവരി അവസാനമാകുമ്പോഴേക്കും 750 പേരോളം പേരുടെ ജോലികളാണ് ഇനി നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടവർ സാധാരണ ഇവിടെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നാട്ടിലേക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ടീച്ചറാണെങ്കിൽ ഡോക്ടറാണെങ്കിൽ നമ്മൾ അത് തന്നെ ജീവിതകാലം തന്നെ തുടരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ആളുകൾക്ക് മറ്റ് ജോലികളിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് 1 വർഷത്തോളം ആളുകൾ എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് അല്ലെങ്കിൽ EAയിൽ പോകും. അതായത് അവർക്ക് മുൻപ് ലഭിച്ചിരുന്ന സാലറിയുടെ 55-60% എല്ലാ മാസങ്ങളിലും 1 വർഷത്തോളം ലഭിക്കും. അതിനുശേഷമായിരിക്കും അവർ മറ്റു ജോലിയിലേക്ക് കടക്കുകയോ അല്ലെങ്കിൽ ഈ പീരീഡിൽ തന്നെ അവർക്ക് ഒരു ജോലി കണ്ടെത്തുകയോ ചെയ്യാം. എന്നാൽ ചിലർ ചെയ്യുന്നത് മറ്റു പ്രൊഫഷനുകളിലേക്ക് കടക്കും. ഉദാഹരണത്തിന് ഒരു എഞ്ചിനീയർ ആയിരുന്ന ഒരാൾ നേഴ്സായി മാറാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റഡ് സ്കിൽസ് പഠിച്ച ശേഷം മറ്റ് ഒരു തസ്തികയിലേക്ക് അവർ മാറുന്നു. പ്രത്യേകിച്ച് ഓട്ടോ പ്ലാന്റുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഇപ്പോൾ ടെക്നിക്കൽ ട്രേഡുകളിലേക്ക് അവസരങ്ങളുണ്ടാവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർവീസുകളൊക്കെയാണ് നമ്മുടെ സെൻറ്റർ നൽകുന്നത്. അതിൻ്റെ വിവരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ പ്രൊമോഷനായിട്ട് പറഞ്ഞതല്ല, വളരെ ആവശ്യമുള്ള കാര്യമാണ്. കാരണം എന്തെങ്കിലും കരിയർ ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിനെ കോൺടാക്റ്റ് ചെയ്യുക. വിവിധ ഫണ്ടിങ്ങുകളിലൂടെ നിങ്ങൾക്ക് പുതിയ പ്രൊഫഷനിലോട്ട് കിടക്കാൻ വേണ്ടിയുള്ള ഗൈഡൻസൊക്കെ ഞങ്ങളുടെ ന്യൂ കമർ സെൻറ്ററിൽ നിന്നും നൽകുന്നതാണ്. സ്കൂൾ അവധിയൊക്കെ കഴിഞ്ഞ ശേഷം, വിൻ്റർ ഹോളിഡേയ്സ് കഴിഞ്ഞ ശേഷം ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളുകളിലേക്ക് തിരിച്ചു മടങ്ങിയിരിക്കുകയാണ്. എല്ലാ ദിവസവും തന്നെ മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ. നവംബർ 10 മുതൽ വിൻ്റർ കാര്യമായിട്ട് തന്നെ ആരംഭിച്ചാണ്. സാധാരണ
ഡിസംബറിലാണ് ആരംഭിക്കുന്നത്. ഇപ്രാവശ്യം നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. വഴികളൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ഫ്ലോ ചെയ്തെല്ലാം പോകുന്നുണ്ട്, അതായത് മഞ്ഞ് നീക്കി പോകുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചർ നോക്കിക്കഴിയുമ്പോഴേക്കും ചില ദിവസങ്ങളിലൊക്കെ പ്ലസിലോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഡിഗ്രി 4 ഡിഗ്രി ഒക്കെ വരുന്നുണ്ട്. നാട്ടിൽ നിന്ന് പുതുതായിട്ടൊക്കെ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെതർ കണ്ടീഷൻസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത്. എപ്പോഴും വെതർ ആപ്പ് ചെക്ക് ചെയ്ത ശേഷം മാത്രം പുറത്തിറങ്ങുക. അടുത്തതായിട്ട് നോക്കിക്കഴിയുമ്പോഴേക്കും ലോക്കൽ അപ്ഡേറ്റ്സിൽ കാൽഗറിയിൽ നിന്നുള്ള ഒരു ന്യൂസ്. അവിടുത്തെ പൈപ്പ് ലൈനിൻ്റെ ഒരു ഇഷ്യൂ ആണ്. അവിടെ വർഷങ്ങളായിട്ട് ഈ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മേജർ പൈപ്പ് ലൈൻ റിപ്പയേഴ്സ് കാര്യങ്ങളൊക്കെ സംബന്ധിച്ച്. അതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കുക. അത് പൊളിറ്റീഷ്യൻസും ലോക്കൽ ഭരണകൂടങ്ങളും ഒക്കെ വലിയ ഇഷ്യൂ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അത് ഉടൻ തന്നെ മാറ്റി സ്ഥാപിക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും. നിരവധി പ്രോഗ്രാമുകൾ ഈ ദിവസങ്ങളുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കുറേ ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ ഈ ന്യൂസിൻ്റെ അവസാനം ആഡ് ചെയ്തേക്കാം. പ്രധാനമായിട്ടും ടൊറൻറ്റോയിൽ നടന്ന കലാപരിപാടികളും പല പ്രോഗ്രാംസുകളൊക്കെ ആയിരുന്നു. ഒണ്ടേരിയോയിലെ പബ്ലിക് സർവീസിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ അവരുടെ ജോലികളിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ജോലികളിലേക്ക് മടങ്ങിയെത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വർക്ക് ഫ്രം ഹോം അവസാനിപ്പിച്ച് ഓഫീസുകളിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. കോവിഡിൻ്റെ സമയം മുതൽ വീട്ടിൽ നിന്നായിരുന്നു നിരവധി ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 5 ദിവസവും അവർക്ക് ഓഫീസിലേക്ക് എത്തി ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഓർഡറൊക്കെ ഈ കഴിഞ്ഞ വർഷത്തിൽ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം 2026 മുതൽ അവർ ജോലി ഓഫീസുകളിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ പലരും അഭിപ്രായപ്പെടുകയുണ്ടായി ഇത് ഒരു പെട്ടെന്നുള്ള തീരുമാനമായി പോയി എന്നുള്ളത്. കാരണം കോവിഡിൻ്റെ സമയത്ത് നിരവധി വർക്ക് സ്പേസുകൾ അവർ ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വലിയ ബിൽഡിങ്ങുകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഓഫീസുകളിലൊക്കെ ചെറിയ ബിൽഡിങ്ങുകളിലോട്ട് മാറി, ഫർണിച്ചറുകളൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കി. എന്നാൽ തിരിച്ചാളുകൾ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ കാര്യമായിട്ട് ഫർണിച്ചറോ ഇരിക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. എന്നാൽ എല്ലാവരും തന്നെ ജോലികളിലേക്ക് മടങ്ങുകയാണ്. കാരണം ഇപ്പോഴത്തെ കാനഡയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഗ്രോത്ത് ഒട്ടും തന്നെ ഇല്ലെന്ന് തന്നെ പറയാം. കാരണം താരിഫിൻ്റെ ഇഷ്യൂസും മറ്റ് പല ഘടകങ്ങളും കാനഡയുടെ ഗ്രോത്തിനെ ഒത്തിരി കുറച്ചിട്ടുണ്ട്. GDP ഒക്കെ നോക്കിക്കഴിയുമ്പോഴേക്കും 0% ഒക്കെ മാത്രമേ ഗ്രോ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അതിനാൽ എല്ലാവരും അവരുടെ ജോലി നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടി തന്നെ ജോലികളിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, നേരത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഒരു ജോലി വേണ്ടെന്ന് വെച്ചിട്ട് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാമായിരുന്നു. ഈവൻ ഹെൽത്ത് കെയറിൽ പോലും അങ്ങനെ ആളുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് പോലും ഒരു ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു പുതിയൊരാൾക്ക് ലൈസൻസ് കിട്ടിയ ആൾക്ക് ഒരു ജോലി ലഭിക്കുന്നതിനോ വളരെ ബുദ്ധിമുട്ടാണ്. ഒത്തിരി ശ്രമിച്ച ശേഷമാണ് ആളുകൾക്ക് ജോലി ലഭിക്കുന്നത്. കാരണം അധികം ജോബ് നമ്പേഴ്സ് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. നിരവധി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ കാനഡയിലുണ്ട് ഇപ്പോൾ. അതിനാൽ ജോലി ലഭിക്കാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ നിങ്ങളുടെ ഉള്ള ജോലിയൊക്കെ കളയാതെ സൂക്ഷിക്കുക. പരമാവധി കമ്പനികളിലോട്ടോ ഗവൺമെൻറ്റിലോട്ടോ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ AI യുഗത്തിൽ നമ്മൾ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണെങ്കിലേ ഉള്ളൂ ഒരു ജോലിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പല ഓപ്ഷൻസും ഇപ്പോൾ കമ്പനികൾക്കുണ്ട്. ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം, ചില പ്രത്യേക മേഖലകളിൽ റീറ്റെയിൽ, ഫുഡ്, ഹെൽത്ത് കെയർ ഇവിടേക്കുള്ള മിനിമം വേജ് ജോലികൾക്ക് അധികം ആളെ കിട്ടാനില്ല എന്നുള്ളതും ഒരു സത്യമാണ്. ഉദാഹരണത്തിന് നിരവധി ആളുകളെ ടിം ഹോർട്ടൻസ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ടെമ്പററി വർക്കേഴ്സായിട്ട് കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവർക്ക് ഇപ്പോൾ അധികം ആളുകളെ ലഭിക്കുന്നില്ല. കാരണം മറ്റ് റെസ്ട്രിക്ഷൻസ്, LMI റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ജോലി ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇമിഗ്രേഷൻ്റെ മറ്റൊരു അപ്ഡേറ്റ്, PGP പ്രോഗ്രാം അത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ CACയുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. 2025 അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയപ്പോൾ പല പല കാര്യങ്ങളും അദ്ദേഹം സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്നതായിട്ട് ആളുകൾക്ക് തോന്നി. എല്ലാവരും അതിനെ ഒരു ജോക്കായിട്ട് തന്നെ എടുത്തു. അമേരിക്കയുടെ 51st സ്റ്റേറ്റ് ആയിട്ട് കാനഡ മാറണം. ജസ്റ്റിൻ ട്രൂഡോയെ ആ സമയത്ത് അദ്ദേഹം ഗവർണർ എന്ന് വിളിച്ചു. അതിനുശേഷം ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് വേണം, സെക്യൂരിറ്റി റീസൺസ് കാരണം ഗ്രീൻലാൻഡ് വാങ്ങണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവവികാസങ്ങൾ നമ്മൾ നോക്കിക്കഴിയുമ്പോഴേക്കും വെനസ്വേലൻ പ്രസിഡന്റിനുണ്ടായ അവസ്ഥ നിങ്ങൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടു കാണും. എന്നാൽ ഇപ്പോൾ ഗ്രീൻലാൻഡേഴ്സ്, അവിടെ താമസിക്കുന്ന 54,000 ആളുകൾ ഭീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ഒരു മിലിറ്ററി ആക്ഷൻ അവിടെ ഉണ്ടാകുമോ, നേറ്റോയുടെ തകർച്ചയ്ക്ക് ഇത് കാരണമാകുമോ എന്നൊക്കെ ആളുകൾ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കാനഡയുടെ പേരിൽ ഈ ദിവസങ്ങളിലൊന്നും അങ്ങനെയുള്ള
കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞില്ല. മാർക്ക് കാർണിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടൊരു നല്ല ബന്ധത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇന്ത്യയുമായിട്ടുള്ള താരിഫ് ഇഷ്യൂസൊക്കെ അമേരിക്ക ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രധാന മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല വാർത്തകളും കാണാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ജസ്റ്റ് ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. ഇതൊരു ചർച്ചയാക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. നമ്മുടെ പ്രധാനമായിട്ടുള്ള ഫോക്കസ് സ്റ്റഡി, എംപ്ലോയ്മെൻറ്റ്, ഇവിടെയുള്ള ഹൗസിങ് കാര്യങ്ങൾ, ലോക്കൽ ന്യൂസ്, ഇതൊക്കെയാണ്. Newcomers to Canada build successful careers. He provides career guidance, short-term training programs. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതുമായിട്ട് ബന്ധമുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല 2026 ആശംസിക്കുന്നു. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ചയുള്ള ലൈവ് സെഷനിൽ കാണാം. ബൈ. താങ്ക് യു.